ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ, അതായത് 1857 വിപ്ലവവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും പിന്നെ എന്താണ് ഇന്ത്യൻ നവോത്ഥാനത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്, 5th റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഇതുപോലെ ഓരോരോ ടോപ്പിക്കായിട്ട് റിവിഷൻ എടുത്ത് പോകും. നമുക്ക് പഠിക്കാൻ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസിലാണ് റിവിഷൻ എടുക്കുന്നത്. ആർക്കെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഈ ക്ലാസ്സിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ അന്നുള്ള ഡേ ഏതാണോ ആ ഒരു ഡേയിൽ ആ ടൈം ടേബിളിൽ എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത് അതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിങ്ങനെ റിവിഷൻ എടുത്തു തരും. പിന്നെ നമ്മൾ SCERT ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ SCERT നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് റാങ്ക് ഫെയിൽ നോക്കും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. മാത്സും കറണ്ട് അഫേഴ്സും കൂടെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷനിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ചാനലിലൊന്ന് ജോയിൻ ചെയ്തേക്കണേ. ഞാൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അഥവാ അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ PSC ഈസി കോഡ്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി ടെലിഗ്രാമിൽ. അപ്പോൾ കാണും, അങ്ങനെ ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണെന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. അപ്പം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പോൾ എവിടെയാണ് 1957 കലാപം ആരംഭിച്ചത്? എവിടെയാണ് കലാപം ആരംഭിച്ചത്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഉത്തരം പറഞ്ഞേ. ബോംബെ ആണോ, ഡൽഹിയാണോ, മീററ്റാണോ, ബംഗാളാണോ? മീററ്റ്. ഓക്കെ ആണേ അത്. അപ്പോൾ മീററ്റിൻ്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എവിടെയാണ്? മീററ്റിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 1857 ആട്ടോ. 1757 മെയ് 10 ഡേറ്റ് സഹിതം പഠിക്കണം കേട്ടോ. മെയ് 10 കേട്ടോ. മെയ് 10 എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഞാൻ ഓപ്ഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞ ഉത്തരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ആരായിരുന്നു? ഡൽഹൌസി ആണോ, റിപ്പൺ ആണോ, ക്യാനിങ് ആണോ, ഇർവിൻ ആണോ? ക്യാനിങ് പ്രഭു ആയിരുന്നു കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ആരായിരുന്നു? ക്യാനിങ് പ്രഭു. ഓക്കെ, ഇനി 1957 വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ജോർജ് ആൻസൺ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ചോദിച്ചിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷി. ഓക്കെ, ഇനി 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആളാരാണ്? മംഗൽ പാണ്ഡെയാണ്. അതുകൊണ്ടാണ് ഈ മംഗൽ പാണ്ഡെയൊക്കെ തൂക്കിലേറ്റിയതൊക്കെ നമ്മൾ അറിയാമല്ലോ നമുക്ക്. അപ്പം ഈ മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിയൻ ഏതാണ്? ഈ മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിയൻ ഏതാണ്? 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയാണ് കേട്ടോ. 34, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 34. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ്? 1858. 1858. ഓക്കെ, മറന്നു പോവല്ലേ. 1858. ഝാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയതാരാണ്? ജയശ്രീ മിശ്ര. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഈ ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചതാരാണ്? അത് ചോദിച്ചിട്ടുണ്ട്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവി. മറക്കരുതേ. ഇനി നെക്സ്റ്റ്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണല്ലേ. നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസിയെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ് കേട്ടോ, മറക്കല്ലേ. അപ്പം ഈ ഹ്യൂഗ്രോസ് അല്ലേ ഈ ഝാൻസിയെ കൊന്നത്, വധിച്ചത് ഹ്യൂഗ്രോസ് ആണ് കേട്ടോ. അപ്പം ആ ഹ്യൂഗ്രോസ് പറഞ്ഞ എന്താണെന്നറിയോ? വിപ്ലവകാരികളുടെ സമന്നത ധീര നേതാവ് എന്നാണ് ഈ ഹ്യൂഗ്രോസ് ഝാൻസിയെ വിശേഷിപ്പിച്ചത്. എന്താണ് വിശേഷിപ്പിച്ചത്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ്. ഓക്കെ, അപ്പോൾ കലാപകാരികൾക്കിടയിലെ
ഒരേ ഒരു പുരുഷനെന്ന് വിശേഷിപ്പിച്ചതും ഈ ഹ്യൂഗ് റോസ് തന്നെയാണ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? ഹ്യൂഗ് റോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ഝാൻസിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ ഹ്യൂഗ് റോസ് കേട്ടോ. ഓക്കെ, അപ്പം ഝാൻസി റാണി എന്നാണ് വധിക്കപ്പെട്ടത്? എന്നാണ്? 1858. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിപ്ലവം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിപ്ലവം 1957 വിപ്ലവം. അറിയാമല്ലോ. 1957 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപ്പായി ലഹള എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശിപ്പായി ലഹള. ഓക്കെ, ഇനി ഈ 1957 വിപ്ലവത്തെ ചിലരൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഈ 1957 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസ് ആണ് കേട്ടോ. ജോൺ ലോറൻസ്, മറക്കല്ലേ, ജോൺ ലോറൻസ് ആണ് എന്താണ് വിശേഷിപ്പിച്ചത്? ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്. ഓക്കെ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഈ 1857 വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കാൾ മാക്സ് ആണ് കേട്ടോ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് ബി ചൗധരിയാണ് ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ ആണേ. അപ്പൊ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ബെഞ്ചമിൻ ഡിസ്രേലി. ദേശീയ കലാപമെന്നും ദേശീയ ഉയർത്തെഴുന്നേൽപ്പെന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. ഇനി ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുമല്ല മുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല, ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ ആരാണ്? മജുംദാർ. RC മജുംദാറാണ്. RC മജുംദാർ, മറക്കരുത് കേട്ടോ. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജെയിംസ് ഓട്രാം ആണ് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ ബാക്കി മുമ്പ് പറഞ്ഞതെല്ലാം ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. അപ്പം നെഹ്റു എന്താണ് പറഞ്ഞത്? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് പറഞ്ഞു കേട്ടോ. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസ്. ശിപ്പായി ലഹള ജോൺ ലോറൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാൾ മാക്സ്. ആഭ്യന്തര കലാപം എസ് ബി ചൗധരി. പിന്നെന്താണ്? ദേശീയ കലാപം ബെഞ്ചമിൻ ഡിസ്രേലി. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് ബെഞ്ചമിൻ ഡിസ്രേലി. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞ ആരാണ്? RC മജുംദാർ ആണ് കേട്ടോ. പിന്നെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് പറഞ്ഞ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ്, അസംഖാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഖാർ കലാപം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ശിപ്പായി ലഹളയാണ് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ, ശിപ്പായി ലഹളയാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ് അല്ലേ? ബഹദൂർ ഷാ സെക്കൻഡ് ആണ് കേട്ടോ. അന്നത്തെ ചക്രവർത്തി, നേതൃത്വം കൊടുത്ത ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ഓക്കെ, അതുപോലെ ഡൽഹി വിപ്ലവം അടിച്ചമർത്തിയത് ആരാണ്? ഞാൻ ഈ പറയുന്ന എല്ലാം പ്രീവിയസ് ആട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കിക്കോണം. ഇതിനകത്ത് പല പോയിന്റ്സും കാണും. എല്ലാ പോയിന്റ്സും കൂടെ നമുക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഡൽഹിയിൽ വിപ്ലവത്തിനെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നതും ഈ ജോൺ നിക്കോൾസൺ തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ നിക്കോൾസൺ, ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയുണ്ട്, അത് ഏതാണെന്നറിയോ? മണികർണിക ക്യൂൻ ഓഫ് ജാൻസി. അതിൽ ഝാൻസി ആയിട്ട് വേഷമിട്ടത് ആരാ? കങ്കണ റണാവത്ത് ആണ് മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായി വേഷമിട്ടത്. ഈ മണികർണിക എന്നുള്ള പേര് ഝാൻസിയുടെ പേരായിരുന്നു കേട്ടോ. ഝാൻസി റാണിയുടെ പേരായിരുന്നു മണികർണിക. ഓക്കെ, അപ്പോൾ അതായിരുന്നു സിനിമയുടെ പേര്. ക്യൂൻ ഓഫ് ജാൻസി എന്നായിരുന്നു സിനിമയുടെ പേര്. മണികർണിക ക്യൂൻ ഓഫ് ജാൻസി എന്നായിരുന്നു സിനിമയുടെ പേര്. അതിനകത്ത് ഝാൻസിയായി വേഷമിട്ടത് ആരാണ്? കങ്കണ റണാവത്ത് ആണ് കേട്ടോ. കങ്കണ റണാവത്ത്. ഓക്കെ, ഇനി അടുത്തത്
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? ബന്ധപ്പെടാത്ത നേതാക്കളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കിക്കേ. നാനാ സാഹിബ് താന്തിയ തോപ്പി, ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, സിദ്ധു കാനു, കൻവർ സിംഗ് എന്നാണ് കേട്ടോ. കുൻവർ സിംഗ് എന്നാണ് ഇവിടെ. കൻവർ സിംഗ് ഖോനു. ഏതാണ് ഗോനു? ഏതാണ്? സിദ്ധു കാനു അല്ല കേട്ടോ. കൻവർ സിംഗ് വരുന്നുണ്ട്, ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് വരുന്നുണ്ട്, നാനാ സാഹിബ് താന്തിയ തോപ്പി ഒക്കെ വരുന്നുണ്ട്, ഖോനു ഒക്കെ വരുന്നുണ്ട്. അപ്പം സിദ്ധു കാനു എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ തെറ്റ്. അപ്പം അതാണ് ഉത്തരം. 1957 ഒന്നാം സ്വാതന്ത്ര്യവുമായി ബന്ധമില്ലാത്ത അത് വീണ്ടും ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതൊക്കെയാണ്? റാണി ലക്ഷ്മിബായി ബീഗം ഹസ്രത് മഹലാണോ, താന്തിയ തോപ്പി നാനാ സാഹിബ് ആണോ, കൻവർ സിംഗ് ഷാമാൾ ആണോ, സിദ്ധു കാനു ആണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അല്ലേ? സിദ്ധു കാനു. അപ്പം ഞാനൊരു ഇത് പറഞ്ഞോട്ടെ. നമുക്ക് ഈ 1857 വിപ്ലവം ഇതിൻ്റെ നേതാക്കളുണ്ട്, അതൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഝാൻസിയിൽ ആരായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചിരിക്കണം. ഝാൻസിയിൽ ആരായിരുന്നു? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. ഗോളിയാറിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു കേട്ടോ. താന്തിയ തോപ്പിയും റാണി ഗൗരി ലക്ഷ്മിബായി ഉണ്ടായിരുന്നു കേട്ടോ. ബീഹാറിൽ കൻവർ സിംഗ് ആണ് ബീഹാറിൽ. ജഗദീഷ്പൂരിലും കൻവർ സിംഗ് ആണ്. അപ്പം ബീഹാർ എന്ന് ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ആരാന്ന് ചോദിക്കും. ബീഹാർ ആരാ കേട്ടോ. ബീഹാറിൽ ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ആരാന്നും ചോദിക്കും. ബീഹാർ ആരാ, ജഗദീഷ്പൂർ കൻവർ സിംഗ് കേട്ടോ. അപ്പം ബീഹാറിലും ആരയിലും ജഗദീഷ്പൂരിലും ആരായിരുന്നു? കൻവർ സിംഗ് ആണ് കേട്ടോ. മറക്കല്ലേ, ബീഹാർ ആരയിലും ജഗദീഷ്പൂരിലും ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ ആരാണ്? ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്. ഡൽഹി ക്യാപിറ്റൽ അല്ലേ. അപ്പം അവിടെയാണ് നമ്മുടെ ചക്രവർത്തി എന്ന് പറഞ്ഞ ആ ബഹദൂർ ഷാ സെക്കൻഡ്. ഓക്കെ, അതിൻ്റെ കൂടെ ആരാണ് ഉള്ളത്? ജനറൽ ഭക്ത് ഖാൻ ആണ് കേട്ടോ. ജനറൽ ഭക്ത് ഖാൻ. അസമിൽ ആരാണ്? ദിവാൻ മണിറാം. കണ്ടോ, അത് റാം എന്ന് പറയുമ്പോൾ അസം കേട്ടോ. അസമിൽ ആരാണ്? ദിവാൻ മണിറാം ആണ് കേട്ടോ. മണിറാം. മീററ്റിൽ ആരായിരുന്നു? കദം സിംഗ് ആണ് മീററ്റിലല്ലേ പുള്ളിയെ വെടിവെച്ച് കൊന്നത്? മീററ്റിലല്ലേ. അപ്പം കദം സിംഗ് ആണ് മീററ്റ്. ഓക്കെ, ഇനി കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് എവിടെ? കാൺപൂരിലാണ് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു. ലക്നൌവിൽ മാത്രമല്ല, ആഗ്ര, ഔദിലൊക്കെ ബീഗം ഹസ്രത് മഹലായിരുന്നു കേട്ടോ. അപ്പം ബീഗം ഹസ്രത് മഹലിൻ്റെ ആഗ്രഹമായിരുന്നു. ലക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്തേക്കാട്ടോ. ഔദില്ലായിരുന്നു കേട്ടോ. ഔദ്, ആഗ്ര, ലക്നൗ, ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിൽ ആരാണ്? ഫൈസാബാദ് ഒരു മുസ്ലിം പേരല്ലേ. അപ്പം എന്താണ്? മൗലവി അഹമ്മദുള്ള. ഓക്കെ, മൗലവി അഹമ്മദുള്ള. ബറൗത്ത് പർഗാനയിൽ ആരായിരുന്നു? ബറൗത്ത് പർഗാന ഷാമാൾ ആയിരുന്നു പർഗാന. ഇത് കണ്ടോ, പർദ എന്ന് ഓർത്താൽ മതി. പർദയുടെ കൂടെ എന്താണ്? ഷാള് വേണം അല്ലേ. ഷാമാൾ അല്ലെങ്കിൽ മാളിൽ പോയി പർദ എടുക്കുന്നു, അങ്ങനെയൊക്കെ ഓർത്താൽ മതി കേട്ടോ. ബറൗത്ത് പർഗാന ഷാമാൾ. അപ്പം ഹരിയാനയിൽ ആരാണ്? റാവു തുലാറാം ആണ് കേട്ടോ. രാജസ്ഥാനിലെ കോട്ട അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മധുരയിൽ ആരാണ്? ദേവി സിംഗ് ആണ്. മധുരയിൽ ദേവി സിംഗ്. പിന്നെ എന്താണ്? അലഹബാദിൽ ലിയാഖത്ത് അലിയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഡൽഹിയിലെ സമരത്തിന് നേതാവാണ് റാണി ലക്ഷ്മിബായി ആണോ? ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണോ? അല്ല. ആരാണ് ഡൽഹിയിലെ നേതാവ്? ആരാണ്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും ആയിരുന്നു അല്ലേ. അപ്പോൾ റാണി ലക്ഷ്മിബായി എവിടത്തെയായിരുന്നു? ഗ്വാളിയറിലെയും ഝാൻസിയിലെയുമാണ്. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിബ് അലി ഷായാണോ? ബീഹാറിൽ കൻവർ സിംഗ് ആണ് അല്ലേ. ബീഹാറിലെ ആരയിൽ ആരായിരുന്നു? കൻവർ സിംഗ് കേട്ടോ. അപ്പം നവാബ് വാജിബ് അലി ഷാ അല്ല. ആരാണ്?
കൻവർ സിംഗ് ആണ് കേട്ടോ. ഇനി കാൺപൂരിൽ സമരം നയിച്ചത് ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇവിടെ എന്താണ് പറഞ്ഞത്? നാനാ സാഹിബ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ 3 മാത്രമേ ഉള്ളൂ നമുക്ക് ശരിയായ ഓപ്ഷൻ. ഇവിടെ തെറ്റായ ഓപ്ഷനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. 1957 കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവയുടെ കലാപ നേതാക്കളും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഡൽഹിയിൽ ബീഗം ഹസ്രത് മഹലാണ്. ശരിയാണോ? ഡൽഹിയിൽ ബീഗം ഹസ്രത് മഹലാണോ? ബീഗം ഹസ്രത് മഹലിന് ലക്നൗ ഉണ്ടായിരുന്നു. ലക്നൗ. പിന്നെന്താണ്? ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്ര. ആവുദില്ലായിരുന്നു. ഔദ്. ഓക്കെ, ബീഗം ഹസ്രത് മഹലിന് എന്തൊക്കെയാണ്? ലക്നൗ, ആഗ്ര, ഔദ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയാണ്. തെറ്റല്ലേ? തെറ്റാണ്. ഝാൻസി എന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, അത് ശരിയായ ഓപ്ഷനാണ്. കാൺപൂർ നാനാ സാഹിബാണ്. കാൺപൂർ നാനാ സാഹിബ്, അത് ശരിയല്ലേ? ശരിയാണ് കേട്ടോ. നാനാ സാഹിബും ഒരാളോട് ഉണ്ടായിരുന്നു. ആരായിരുന്നു? താന്തിയ തോപ്പി. താന്തിയ തോപ്പി കേട്ടോ. അപ്പോൾ അതാണ് ശരിയായ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ 2, 3ഉമാണ് ശരിയായ ജോഡികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം അതുപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 1957 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഏതായിരുന്നു? നാനാ സാഹിബ് കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ. നാനാ സാഹിബ് കാൺപൂർ. 1957 വിപ്ലവം കാൺപൂരിൽ നേതൃത്വം. വീണ്ടും ആ ക്വസ്റ്റ്യൻ. അപ്പം നാനാ സാഹിബിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാൺപൂറാണ് കേട്ടോ, മറക്കരുത് കേട്ടോ. കാൺപൂറാണ്. നാനാ സാഹിബ് മാത്രമല്ല താന്തിയ തോപ്പിയും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ദാണ്ട് വീണ്ടും ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നേരെയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റാണി ലക്ഷ്മിബായി എവിടെയാണ്? ഝാൻസി. നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂർ. കൻവർ സിംഗ് എവിടെയാണ്? ആരയിലെ. കൻവർ സിംഗ് എവിടെയാണ്? ബീഹാറിലെ ആരയിലും ജഗദീഷ്പൂരിലുമാണ് കൻവർ സിംഗ് കേട്ടോ. അപ്പം ഇവിടെ ആരാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹദൂർ ഷാ സഫർ എവിടത്തെയായിരുന്നു? ബഹദൂർ ഷാ സഫർ ഡൽഹിയിലാണ്. ബഹദൂർ ഷാ സെക്കൻഡിനെ തന്നെയാണ് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആര്? ലക്നൗ. ലക്കുള്ളതാർക്കാ? ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1957 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപ നേതൃത്വം പറ. ഡൽഹിയിൽ നാനാ സാഹിബാണോ? ഝാൻസി റാണിയാണോ? ജനറൽ ഭക്ത് ഖാനാണോ? ബഹദൂർ ഷാ സെക്കൻഡ് ആണോ? അപ്പം 2 പേരുണ്ട് അല്ലേ. ജനറൽ ഭക്ത് ഖാനും ഉണ്ട്, ബഹദൂർ ഷാ സെക്കൻഡും ഉണ്ട്. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇനി 1957 കലാപത്തെ കേന്ദ്രമാക്കിയിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചതാറ് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇത് എന്താണ്ട് LGSനും പ്രിലിംസിനും ഒക്കെ 2-3 അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? 1857 കലാപത്തെ കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന ഔദ് ഉണ്ടല്ലോ. ഔദിൽ ആരായിരുന്നു പറ? ഔദില്ലാത്ത ആരാ? ബീഗം ഹസ്രത് മഹൽ. ഓക്കെ, ഈ ഔദിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ ഒരു കുഞ്ഞ് ഇതാണ് കേട്ടോ. ഒരു കുഞ്ഞ് സ്ഥലമാണ് ഔദ്. അപ്പം ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ക്യാനിങ് പ്രഭു ആണോ? ഹാർഡിഞ്ച് ആണോ? അതോ ഡൽഹൌസി പ്രഭു ആണോ? അതോ എലൻബറോ പ്രഭു ആണോ? ഡൽഹൌസി. ആരാണ്? ഡൽഹൌസി. മറക്കരുത് കേട്ടോ. ഡൽഹൌസി ആണേ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? വെല്ലൌസി ആണോ? ലിട്ടൺ ആണോ? വില്യം ബെന്റിക് ആണോ? ഡൽഹൌസി ആണോ? ആരാണ്? ഡൽഹൌസി ആണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി ആണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് അറിയേണ്ട പോയിന്റ്സ് മാത്രം ഞാനൊന്ന് പറയാം. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ദത്തവകാശ നിരോധന നിയമം നിലവിൽ വന്നപ്പോൾ ഉള്ള ഗവർണർ ജനറൽ ഡൽഹൌസി ആണ്. എന്നാണ് അത് വന്ന വർഷം? 1848. 1848 ദത്തവകാശ നിരോധന നിയമം എന്നാണ്? 1848. 1848. ഓക്കെ, 1848. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അപ്പം റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എന്നാണ് മരിച്ചത്? 1858 കേട്ടോ. 1858 ഝാൻസി റാണി മരിച്ചത്. ദത്തവകാശ നിരോധന നിയമം എന്നാണ് കൊണ്ടുവന്നത്? 1848 കേട്ടോ. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഝാൻസി മരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓർത്ത് നോക്കുക. 2 ഡേറ്റ് കിട്ടും, 2 വർഷങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824
ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യം ഏതാണ്? കിട്ടൂറാണ് കേട്ടോ, കിട്ടൂർ. അപ്പം അതിന് ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ്? കിട്ടൂർ ചിന്നമ്മയാണ് കേട്ടോ, കിട്ടൂർ ചിന്നമ്മ കേട്ടോ. അപ്പം ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ്? കിട്ടൂർ ചിന്നമ്മ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം എന്താണ്, അപ്പം ഈ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയനെ വിശേഷിപ്പിച്ച ഡൽഹൌസിയാണ് കേട്ടോ, മറക്കല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത ഏത് വർഷമായിരുന്നു? 1957 വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താണ്, ക്യൂൻസ് പ്രൊക്ലമേഷനൊക്കെ വന്നു. 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ വന്നത് കേട്ടോ. അപ്പം 58 എന്ത് ചെയ്തത്, ഈ രാജ്ഞിയുടെ വിളംബരമൊക്കെ വന്നത്. അപ്പം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഫുള്ളായിട്ട് കൺട്രോൾ ആരും ഏറ്റെടുത്തു? ഭരണം ബ്രിട്ടൻ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. അപ്പം അങ്ങനൊരു ഇവിടെ വിപ്ലവമൊക്കെ നടന്നപ്പോഴത്തേക്ക് നേരിട്ട് ക്യൂവിൻ്റെ വിളംബരം ഉണ്ടായി അല്ലേ. അപ്പോൾ രാജ്ഞിയുടെ വിളംബരം ഉണ്ടായി. അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1857 വിപ്ലവത്തെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രീവിയസ് ആയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പം നമ്മുടെ നവോത്ഥാനമൊക്കെ വരുന്നുണ്ടല്ലോ, ആ ഇന്ത്യൻ നവോത്ഥാനം വരുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇതുകൂടെ നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതൊക്കെയാണ്? വിധവാ പുനർവിവാഹം നിരോധിച്ചു, അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ഏതാണ് ഇതിനകത്ത് നിയമം മൂലം നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമം മൂലം അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. പക്ഷേ വിധവാ പുനർവിവാഹം നിരോധിച്ചില്ല. നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ചില്ല കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഓഫീസ് അറ്റൻഡൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവം നിരോധിച്ചു കേട്ടോ. അപ്പം നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങളാണ് ഇവയെല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? കരട് തയ്യാറാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. കരട് തയ്യാറാക്കിയത് ആരാണ്? ഡൽഹൌസി. ഓക്കെ, പക്ഷേ ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയത് ആരാണ്? ക്യാനിങ് പ്രഭു ആണ് കേട്ടോ. നടപ്പിലാക്കിയത് ആരാണ്? ക്യാനിങ് പ്രഭു. മറക്കരുത് കേട്ടോ. കരട് തയ്യാറാക്കിയത് ഡൽഹൌസി, നിയമം നടപ്പിലാക്കിയത് ആരാണ്? ക്യാനിങ് പ്രഭു ആണ് കേട്ടോ. അപ്പം നോക്കിക്കേ, വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പ്രേരണ ചെലുത്തിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പ്രേരണ ചെലുത്തിയത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കേ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാജാറാം മോഹൻ റോയിയുമായി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഇത് മൂന്നും വായിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും. അതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശരിയാണ്. തൂഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. മുജാഹിദീൻ അല്ല, മുവാഹിദീൻ കറക്റ്റാണ് പറയുന്നത്. അത് രാജാറാം മോഹൻ റോയുടെ തന്നെയാണ് തൂഫത്തുൽ മുവാഹിദീൻ. ഓക്കെ, 1829 അദ്ദേഹം സതി നിർത്തലാക്കി. നമുക്ക് തോന്നും ശരിയാണെന്ന്. 1829 സതി നിർത്തലാക്കിയതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം സതി നിർത്തലാക്കിയില്ല. അദ്ദേഹം സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതോടെ ആരാണ് നിർത്തലാക്കിയത്? വില്യം ബെൻറ്റിക് ആണ് കേട്ടോ. വില്യം ബെൻറ്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കിയത്. അപ്പം ഈ ഒരു ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. പിന്നെ അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. അത് ശരിയാണ് കേട്ടോ. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം നിര്യാതനായത്. അപ്പോൾ അത് ശരിയാണ്. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ശരിയാണല്ലോ, എന്ത് കുത്തണമെന്ന് തോന്നും. അപ്പം ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. വില്യം ബെൻറ്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാരാണ്? രാജാറാം മോഹൻ റോയ്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ് കേട്ടോ. അതൊന്നും പറയേണ്ട കാര്യമില്ല, അറിയാമല്ലോ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്?
രാജാറാം മോഹൻ റോയ്. കണ്ടോ രാജാറാം മോഹൻ റോയെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നതെന്ന്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? പ്രഭാത നക്ഷത്രം. കണ്ടോ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ആദ്യത്തെ കേട്ടോ. അപ്പം ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഈ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടാന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അത് 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കോ കേട്ടോ. എവിടാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? എവിടെയാണ്? കൊൽക്കത്തയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച കേട്ടോ. ബംഗാളി ഭാഷയിലാണ് ഉദ്ദേശിക്കുന്നത്. ബംഗാളി ഭാഷയിൽ, അതായത് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓർത്തു വെച്ചേക്കോ കേട്ടോ. അതിനകത്ത് രവീന്ദ്രനാഥ് ടാഗോറെന്നും സുധീന്ദ്രനാഥ് ദത്തനും അമർത്യാസനും ഒക്കെ കിടപ്പുണ്ട്. അമർത്യാസൻ അല്ലെന്നറിയാം, ബാക്കിയൊക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും. വേദങ്ങളുടെയും പ്രധാന 5 ഉപനിഷത്തുക്കളുടെയും കേട്ടോ, 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളി ഭാഷയിലേക്ക് ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് ജനിച്ച വർഷം കുഴപ്പമില്ല, അത് ജസ്റ്റ് പറയാം, 1772. ഓക്കെ. പിന്നെ ഇത് നോക്കിക്കോ, 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ആത്മീയ സഭയാണ്. 1815 ആത്മീയ സഭയാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് രാജാറാം മോഹൻ റോയ് കേട്ടോ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാലാണ് രാജാറാം മോഹൻ റോയ്. അപ്പം ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ആരാ? രാജ് നാരായണൻ ബോസ് ആണ് കേട്ടോ. ബോസ് ആണ് പിതാവ് ബോസ് അല്ലേ? പിതാമഹൻ ബോസ് ആണ് കേട്ടോ. പിതാമഹൻ ബോസ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബർ കേട്ടോ. മിറാത്തുൽ അക്ബർ ആണ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. മറക്കരുത്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ആനുകാലിക പ്രസിദ്ധീകരണമാണ് കേട്ടോ. ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് ഓർത്തിരിക്കണം കേട്ടോ. തൂഫത്തുൽ മുവാഹിദീൻ ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെയാണ് കേട്ടോ. ജീസസിന്റെ കൽപ്പനകൾ ആരുടെയാണ്? രാജാറാം മോഹൻ റോയാണ്. വേദാന്ത ഗ്രന്ഥം ആരുടെയാണ്? രാജാറാം മോഹൻ റോയാണ്. അപ്പൊ രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ് തൂഫത്തുൽ മുവാഹിദീനും ജീസസിന്റെ കൽപ്പനകളും വേദാന്ത ഗ്രന്ഥവും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം അല്ലേ? അപ്പൊ രാജാറാം മോഹൻ റോയിയുടെ അല്ലേ ബ്രഹ്മസമാജം? അപ്പൊ ബ്രഹ്മസമാജമാണ് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ്. ഏതാണ്? ബ്രഹ്മസമാജം. ഓക്കെ, അത് കിട്ടും. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആദ്യത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് തന്നെ ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയിയുടെ പ്രസ്ഥാനം തന്നെയാണ് എന്താണ് ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. അപ്പം അതങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബ്രഹ്മസമാജത്തിന്റെ വർഷം ഏതാണ്? 1828 ബ്രഹ്മസമാജത്തിന്റെ വർഷം. എത്രയാണ്? 1828. മറക്കല്ലേ കേട്ടോ. അപ്പം ബ്രഹ്മസമാജത്തിന്റെ ആദ്യകാല നാമം ബ്രഹ്മസഭയെന്നായിരുന്നു കേട്ടോ. അപ്പം ബ്രഹ്മസമാജമായ വർഷം ഏതാണ്? 1830 കേട്ടോ. 1828 ബ്രഹ്മസമാജം സ്ഥാപിതമായി. ഓക്കെ, ബ്രഹ്മസമാജം എന്ന പേരിലായത് എന്നാണ്? 1830 കേട്ടോ. അതുപോലെ ഈ രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ ആരൊക്കെയാ?
ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്രസെനും. കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ആരാണ് ഈ രാജാറാം മോഹൻ റോയ് മരിച്ച ശേഷം ഈ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ, കേശവചന്ദ്രസൻ. ദേവേന്ദ്രനാഥ ടാഗോർ, കേശവചന്ദ്രസൻ. ഓക്കെ. ഇനി നമ്മൾ ഈ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷണം ചെയ്ത അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലനോട് ഈ രാജാറാം മോഹൻ റോയ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണേ, അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, നെക്സ്റ്റ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏതാണ്? ആര്യ സമാജം. ആര്യ സമാജമാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഏതാണ്? ആര്യ സമാജം. ബ്രഹ്മസമാജം അല്ല, രാമകൃഷ്ണ മിഷൻ അല്ല, ശുദ്ധി പ്രസ്ഥാനമല്ല അല്ലേ. ഏതാണ്? ആര്യ സമാജമാണ് കേട്ടോ. അതുപോലെ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഏതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. അതുകൊണ്ട് സത്യശോധക സമാജമാണോ, പ്രാർത്ഥന സമാജമാണോ, ആര്യ സമാജമാണോ, ഹിതകാരണി സമാജമാണോ? ആര്യ സമാജം. ആര്യ സമാജമാണ് കേട്ടോ. അപ്പൊ ദയാനന്ദ സരസ്വതിയുടെ ഏതാണ്? ആര്യ സമാജം. മനസ്സിലായോ? ആര്യയോട് നമുക്കൊരു ദയ തോന്നും കേട്ടോ. ആര്യയോട് നമുക്ക് എന്ത് തോന്നും? ദയ തോന്നും. അപ്പം ദയാനന്ദ സരസ്വതിയാണ്, ആര്യ സമാജമാണ് കേട്ടോ. ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ദയാനന്ദ സരസ്വതി. അതുപോലെ തന്നെ ഈ ഒരു വർഷവും ഓർത്തിരിക്കുക. 1875 ബോംബെയിൽ ആര്യ സമാജം സ്ഥാപിച്ചത്. അപ്പോൾ ആര്യ സമാജം സ്ഥാപിച്ചത് എന്നാണ്? 1875. 1875 കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന്റെ നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സത്യശോധക് ഏതാണ്? ആത്മാറാം പണ്ടുരാങ്ങാണോ, വീരേന്ദ്രലിംഗമാണോ, അതോ ഇ വി രാമസ്വാമി നായ്ക്കറാണോ, ജ്യോതിബ ഫുലെയാണോ? ജ്യോതിബ ഫുലെ കേട്ടോ. ഓർത്തിരിക്കുവാണേ. എന്താ ഓർത്തിരിക്കേണ്ടത്? സത്യശോധക്. സത്യം മാത്രം പറയുന്ന ആരാണ്? ജ്യോതിയാണ് കേട്ടോ. ചോദിക്കുമ്പോൾ നമ്മൾ സത്യം മാത്രമല്ല പറയാറുള്ളൂ. ജ്യോതിബ ഫുലെ ഏതാണ്? സത്യശോധക് സമാജമാണ് കേട്ടോ. അതാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഇന്ത്യ അത് ചോദിക്കാറുണ്ട്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് ഏതാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് ആരാ പറഞ്ഞത്? ദയാനന്ദ സരസ്വതി. ഓക്കെ. സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ആരാണ്? സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ആരാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ. അപ്പം ഇന്ത്യക്കാർക്ക് കണ്ട ഒരേ പ്രാസത്തിലുള്ളതാണ്. ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ഒരേ പ്രാസമാണ്. ദയാനന്ദ എങ്കിലെങ്കിലും ഒരു ദയ എന്നിട്ടെങ്കിലും ഒരു ദയ തോന്നണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഈ ഇന്ത്യക്കാർക്ക് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ഇതെല്ലാം പറഞ്ഞ ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ്. ആരാണ്? ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അതുപോലെ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മറക്കല്ല കേട്ടോ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണേ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ചോദിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായി. കണ്ടോ? ആര്യ മഹിളയല്ലേ? മഹിള. അപ്പൊ ആരാണ്? രമാഭായി ആണ്. പണ്ഡിത രമാഭായി ആണ്. ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായി. അപ്പൊ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്?
പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായിയെ കുറിച്ച് 2 പോയിന്റ് ഓർത്തിരിക്കുക. ആര്യ മഹിളാ സഭയും പണ്ഡിത രമാഭായിയാണ്. പിന്നെന്താണ്, വിധവകളുടെ വിദ്യാഭ്യാസം നൽകുന്നതിന് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതും പണ്ഡിത രമാഭായിയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും അത് തന്നെ ചോദിച്ചിരിക്കുന്നു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാണെന്ന് കേട്ടോ. അതേതാണ്? ശാരദാ സദനാണ് കേട്ടോ. അപ്പം ഓർത്തിരിക്കുക, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന സംഘടന രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ എഴുതുക. നമ്മൾ ഇതിൻ്റെ എല്ലാം വർഷം പഠിക്കേണ്ടിയിരിക്കുന്നു കണ്ടോ. അപ്പം നോക്കിക്കേ, ഇന്ത്യൻ അസോസിയേഷൻ ആണോ? രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ. കണ്ടോ. അപ്പം അത്രയും നമുക്ക് വർഷങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ആദ്യം ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ വർഷം അങ്ങ് പഠിച്ചേ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നാണ്? ആരുടെയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ? അപ്പം ഏതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ? അത് നമുക്ക് അറിയാവുന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അത് വെച്ച് തന്നെ നമുക്കിവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരുടെയാണ്? ദാദാബായ് നെഹ്റുജിയുടെയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. അതെന്നാണ്? 1866. ആ ഡേറ്റ് മാത്രമെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുമോ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷനിൽ നിന്ന് അത് എടുത്തെഴുതാം, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരുടെയാണ്? ദാദാബായ് നെഹ്റുജി. 1866. ഓക്കെ. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ അസോസിയേഷൻ ആരുടെയായിരുന്നു? ആനന്ദ മോഹൻ ബോസ്, സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. 76 കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ ആരുടെയാണ്? ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ് കേട്ടോ. ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ് ഏതാണ്? ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പം നമുക്ക് നോക്കിക്കേ, അതെന്നാണ്? 1876 കേട്ടോ. 1876 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1876 കേട്ടോ. മറ്റേത് 66 അപ്പോൾ അതാണ് ആദ്യം വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നാണ് വരുന്നത്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ ദിയാബ്ജിയും ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വരുന്നത്. അത് 1885 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് 3, 1, 2, 4 ആ ഒരു കാലക്രമം എഴുതിയത്. ഓക്കെ. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ. പിന്നെ ഇനി അടുത്ത് നോക്കിക്കേ, ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ. ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടെ. ആര്യ സമാജം ആരുടെയാണ്? ആര്യ സമാജം ആരുടെയാണ്? ആര്യയോട് നമുക്ക് ദയയല്ലേ തോന്നുന്നത്? ദയ ആണ് അല്ലേ? അപ്പം ദയാനന്ദ സരസ്വതിയുടെയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥന സമാജം എന്താണ്? ആത്മാറാം പണ്ടൂരാങ്ങാണ്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ സമാജം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആത്മാറാം പണ്ടൂരാങ്. ഇനി ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആരാണ്? ബാക്കി വരുന്ന ആളങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്രസൻ. ഇത്രയും അറിയാമെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് പറ്റും. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒരു കോഡിലൂടെ നിങ്ങളുടെ ഈ സംഘടനകളും സ്ഥാപനങ്ങളും ഒന്ന് ഓടിച്ചു തരാം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കണക്ഷൻ ഇട്ടൊന്ന് നോക്കിത്തരാം കേട്ടോ. അപ്പം ആത്മീയ സഭ എന്താണ്? ആത്മീയ സഭ ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്. അതറിയാമോ എല്ലാവർക്കും? ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്, മറക്കരുത് കേട്ടോ. ബ്രഹ്മസമാജോ രാജാറാം മോഹൻ റോയ് എന്ന് അറിയാമല്ലോ, ബ്രഹ്മസമാജോ. ഓക്കെ. ഇനി ശുദ്ധി പ്രസ്ഥാനം, പിന്നെന്താണ്? ആര്യ സമാജം എന്താണ്? ദയാനന്ദ സരസ്വതി. ഈ ആര്യക്ക് ഭയങ്കര ശുദ്ധിയാണ് കേട്ടോ. അത് കാണുമ്പോഴേ നമുക്ക് ദയ തോന്നുന്നത് കേട്ടോ. നല്ല ശുദ്ധിയുള്ള കൊച്ചാണ് ആര്യ. അത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദയ തോന്നും കേട്ടോ. ദയ തോന്നും. ആര്യ ശുദ്ധി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനവും ആര്യ സമാജവും ആരുടെയാണ്? ദയാനന്ദ സരസ്വതിയുടെയാണ്, മറക്കരുത്. ആര്യ സമാജത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1875 1875. അതുപോലെ ആത്മീയ സഭയുടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1815 ആത്മീയ സഭ 1815.
നെക്സ്റ്റ് ബ്രഹ്മസമാജം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1828 കേട്ടോ. അപ്പോൾ അടിമത്തം നിർത്തലാക്കിയതെന്നാണ് 1829 അപ്പോൾ അതിന് മുന്നേ ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 1828 ഓക്കെ. ഇനി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരാണ്? പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പഴയ അതാണ് ഓർമ്മ വരുന്നത്, പാട്രിയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. ഒരു വയസ്സായ ഒരാളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. സെയ്ദ് അഹമ്മദ് ഖാൻ, നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ പുള്ളിയുടെ? അപ്പോൾ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് പാട്രിയോട്ടിക് അസോസിയേഷൻ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അതിൻ്റെ വർഷം പഠിക്കാനും എളുപ്പം കേട്ടോ. 888 കണ്ടോ, 888 1888 കേട്ടോ. 1888 ഈ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ് കേട്ടോ. രാമകൃഷ്ണ മിഷനോ? സ്വാമി വിവേകാനന്ദൻ. അതറിയാമോ? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അതറിയാമെന്ന് വിശ്വസിക്കുന്നു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. വേദാന്ത കോളേജ് ആരാണ്? വേദാന്ത കോളേജ് അല്ല, വേദാന്ത സൊസൈറ്റി സ്വാമി വിവേകാനന്ദൻ. വിവേകമുള്ളവരല്ലേ വേദാന്ത സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന. സൊസൈറ്റി എല്ലാം നിങ്ങൾ സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. സൊസൈറ്റി എല്ലാം വേദമൊക്കെ പഠിപ്പിക്കാൻ പോയത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഹരിജൻ സേവാ സംഘം ആരാണ്? ഗാന്ധിജിയാണ്. ഹരിജൻ സേവാ സംഘം ഗാന്ധിജിയാണ്, അതറിയാം എല്ലാവർക്കും. പ്രാർത്ഥനാ സമാജം എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞത്? ആത്മാർത്ഥമായി പ്രാർത്ഥന ചെയ്യുക. ആത്മാറാം പണ്ടൂരാങ്. അപ്പോൾ ഇനി പൂന സാർവജനിക് സഭ ആരാണ്? പൂന സാർവജനിക് സഭ. ഈ പൂനാച്ച കാണിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ നമുക്ക് എന്തോ ചെയ്യും? അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകാൻ തോന്നും. റാനഡേ ഇവിടെ നിന്ന് റാൻ ചെയ്ത് പോകാമെന്ന് പറയും ഇല്ലേ? റാനഡയാണ് കേട്ടോ. ഈ പൂനെ സാർവജനിക് സഭ എന്ന പൂനാച്ച കാണിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ നമുക്ക് റാൻ ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ പൂനെ സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡെ. ഓക്കെ. ഹിന്ദു മഹാസഭയോ? ഹിന്ദു എന്ന് കേൾക്കുമ്പോഴേ അറിയാലോ ആരാ? മാളവിയ. ഏതാണ്? മദൻ മോഹൻ മാളവിയ. സേവാസദൻ ആരാണ്? ഈ BM മലബാറിയാണ് കേട്ടോ. ഈ മലബാറിലൊക്കെ ചെല്ലുമ്പോഴേ അവർ ഇങ്ങനെ അങ്ങ് നമ്മളെ ആഹാരം കഴിപ്പിക്കാനും ഒക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമല്ലേ? നമുക്കങ്ങ് സേവ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്കില്ലേ? അപ്പോൾ സേവാസദൻ മലബാറി, BM മലബാറി. ഓക്കെ. ദേവസമാജം ആരുടെയാണ്? ശിവനാരായണൻ അഗ്നിഹോത്രി. ദേവന്മാരൊക്കെ എന്താണ്? ഈ അഗ്നി കുണ്ടമൊക്കെ അല്ലേ ഇങ്ങനെ, അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അഗ്നിഹോത്രി ഓർത്താണ് കേട്ടോ. ശിവനുണ്ടല്ലോ, നാരായണൻ ഉണ്ടല്ലോ, ശിവനാരായണൻ, അങ്ങനെയൊക്കെ ഓർക്കാം. ദേവന്മാരാ കേട്ടോ. ദേവന്മാരല്ല, ദേവനും ശിവൻ നാരായണൻ ഇതെല്ലാം ഒരേ ഒരു കാറ്റഗറി ഇങ്ങനെ ഉള്ള ആൾക്കാരല്ലേ? അപ്പോൾ അതങ്ങനെ ഓർത്താൽ മതി കേട്ടോ. തത്വബോധിനി സഭ ഏതാണ്? തത്വം പറയുന്ന ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛനല്ലേ ദേവേന്ദ്രനാഥ് ടാഗോർ. അപ്പം തത്വങ്ങളൊക്കെ പറയുന്ന അച്ഛനല്ലേ? അപ്പം രവീന്ദ്രനാഥ് ടാഗോർ അല്ല, ദേവേന്ദ്രനാഥ് ടാഗോർ ആട്ടോ. തത്വം എന്താണ്? ദേവേന്ദ്രനാഥ് ടാഗോർ. ഓക്കെ. ഹോം റൂൾ മൂവ്മെന്റ് ആരാണ്? ആനി ബസന്റും തിലകും. അതറിയാമല്ലോ, ആനി ബസന്റും തിലകുമാണ് ഹോം റൂൾ മൂവ്മെന്റ്. അനുശീലൻ സമിതി ഏതാണ്? ബരീന്ദ്രകുമാർ ഘോഷ് ആണ് അനുശീലൻ സമിതി. ബരീന്ദ്രകുമാർ ഘോഷ് ഓർത്തോണം കേട്ടോ. അനുശീലൻ സമിതി അനുശീലനാണോ? അനുശീലൻ നല്ല ശീലമാണ്. എന്തുവാ? ബരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല അല്ലേ? ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലൻ ബരീന്ദ്രകുമാർ ഘോഷ്. അപ്പം നിങ്ങൾക്ക് ഒരുവിധം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആത്മീയസഭ ഏതാണ്? ആത്മീയസഭ ആരുടെയാണ്? രാജാറാം മോഹൻ റോയി. ഇനി ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയി. ശുദ്ധി പ്രസ്ഥാനം ആരുടെയാണ്? ശുദ്ധി പ്രസ്ഥാനം ആരുടെയാണ്? ശുദ്ധിയും ആര്യ സമാജം ആരുടെയാണ്? ആര്യക്ക് ശുദ്ധിയുണ്ട്, അതുകൊണ്ട് ദയ തോന്നും. ദയാനന്ദ സരസ്വതി. അപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരുടെയാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ അല്ലേ? സർ സെയ്ദ് അഹമ്മദ് ഖാൻ 1888. ഓക്കെ. രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? വിവേകാനന്ദൻ. ഓക്കെ. വേദാന്ത സൊസൈറ്റി ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ. ഓക്കെ. ഹരിജൻ കേൾക്കുമ്പോഴേ അറിയാം ഗാന്ധിജിയാണ്. പ്രാർത്ഥനാ സമാജം ആരുടെയാണ്? പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ആത്മാറാം പണ്ടൂരാങ്. പൂന സാർവജനിക സഭ. പൂനെക്കാരെ പൂനാച്ച കാണിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ നമുക്ക് ഓടാൻ തോന്നുന്നു. റാനഡെ. ഓക്കെ. ഹിന്ദു മഹാസഭ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? മദൻ മോഹൻ മാളവിയ. ഓക്കെ. സേവാസദൻ സേവ ചെയ്യുന്ന ആരാണ്? BM മലബാറി. ഓക്കെ. നെക്സ്റ്റ് പിന്നെ ദേവസമാജം ആരാണ്? ശിവനാരായണൻ അഗ്നിഹോത്രി. അതറിയാലോ ദേവസമാജം. തത്വബോധിനി അച്ഛനാണ് തത്വം പറയുന്നത്. ദേവേന്ദ്രനാഥ ടാഗോർ. ഹോം റൂൾ മൂവ്മെന്റ് ആനി ബസന്റും
കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾ SCRT പഠിച്ചത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഇതൂടെ പഠിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എടുത്തു തരാം കേട്ടോ. അപ്പം നമ്മൾ റാങ്ക് ഫെയിൽ പഠിക്കുമ്പോഴും ഇത് റിവിഷനൊക്കെ വരുമ്പോഴും അടുത്തടുത്ത ടോപ്പിക്കായിട്ട് എടുത്തു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നും വിടാതെ പഠിക്കണം കേട്ടോ. പിന്നെ ഈ ടെക്സ്റ്റ് ഏതാന്നൊക്കെ നിങ്ങൾ ചോദിച്ചു. ഇത് ടാലൻറ്റിൻ്റെ PYQ ആണ് കേട്ടോ. ടാലൻറ്റ് PYQ ആണ്. ഇതൊരു 2 വോളിയം ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിലയുള്ള ടെക്സ്റ്റാണ്. എത്രയാണ് ഇതിൻ്റെ വില? ഒരു 850 രൂപയൊക്കെയാണ് ഇതിൻ്റെ ടെക്സ്റ്റ് വരുന്നത്. നിങ്ങൾ പ്രിലിംസിന് ഇത് വാങ്ങിക്കണമെന്നില്ല. കാരണം ഞാൻ ഇതുപോലെ എന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഓരോ ടോപ്പിക്ക് വൈസ് എടുത്തു തരാം. കാരണം ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചാലും ഇത് ഫുള്ള് പഠിക്കണമെന്നൊന്നുമില്ല. ഉറപ്പായിട്ട് നമ്മളിത് നോക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഇത് ഫുള്ള് പഠിച്ച് തീർത്തിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിൽ റിസോഴ്സസ് കുറവായിരിക്കുമ്പോഴാണ് നമ്മളത് പഠിക്കാൻ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുത്ത്, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ വാങ്ങിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ നോക്കുന്നുള്ളവർ ചിലപ്പോൾ കാണും, അവർ വേണമെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമില്ല. ഞാൻ വാങ്ങിക്കണ്ടെന്നല്ല പറയുന്നത്. നമുക്കിനി കുറച്ച് ദിവസമല്ല ഉള്ളൂ, 2 മാസമല്ല ഉള്ളൂ. അപ്പോൾ ആ ഒരു മാസത്തിൽ നമ്മൾ ഇതെല്ലാം കവർ ഇത് പഠിച്ച് തീർന്നിട്ട് പോകാൻ ചിലപ്പം പറ്റുന്ന വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോളൂ. പിന്നെ ഞാൻ ഇതുപോലെ ഓരോരോ ടോപ്പിക്കായിട്ട് ഇട്ട് തരാം. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറയും. പിന്നെ ഇതിനകത്ത് കുറേ മോർ ഫാക്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം ഒന്നും വേണ്ടി വരത്തില്ല. അപ്പം ഞാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ കണ്ട ക്വസ്റ്റ്യനുകളാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൽ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതുപോലെ റിവിഷൻ ക്ലാസ് ഇതിൻ്റെ എല്ലാ ടോപ്പിക്സും ഇങ്ങനെ എടുത്തു തരാം. പിന്നെ എനിക്കിത് ഇതിൻ്റെ PDF പറ്റുന്നതാണെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഇത് ചെയ്യാം. എനിക്കിപ്പോൾ എല്ലാത്തിനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നത്. പിന്നെ വേറെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, സപ്പോർട്ട്, ലൈക്കും ഒക്കെയാണ് ഇനി അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുകയും ഇതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഇടുന്ന വീഡിയോസിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ ഒന്ന് ഇടുക കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.